ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു വൈറ്റ് റൂം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വൈറ്റ് റൂമിൻ്റെ ഓൺ പ്രോപ്പർട്ടിയായ ഇൻഡസ് വാലിയാണ്. ഇതൊരു 1 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം. അതിന് മുമ്പായിട്ട് നമുക്ക് എക്സ്റ്റീരിയർ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിമനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഫ്ലോർ ടൈലിംഗ് ഒക്കെ ചെയ്ത് എല്ലാ സ്പേസിലും നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ഗാർഡനിങ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ സ്റ്റെപ്സ് ഒക്കെ നോക്കി അറിയാം, നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ എന്തൊക്കെയാണ്, എക്സ്റ്റീരിയറിലുള്ള എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പൂൾ ഏരിയയിലേക്ക് ഒന്ന് പോകാം. നേരെ പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെ ഇറങ്ങി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സിലൂടെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉളുപ്പുണിയുടെ മലനിരകളാണ്. അപ്പോൾ ആ മലനിരകളൊക്കെ കണ്ട് നമുക്ക് സ്വിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഇരിക്കാനും നമുക്ക് ഇരുന്ന് പൂളിൽ എൻജോയ് ചെയ്യുന്ന പോലെ പൂളിൻ്റെ സൈഡിൽ നമുക്ക് ഇരുന്ന് എല്ലാവരും കൂടി സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസും കൂടി ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഏരിയാസ് ഒക്കെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ ഏരിയ ആണ്. എല്ലാ ഏരിയയിലേക്കും നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല, രാത്രിയാണെങ്കിലും പകലാണെങ്കിലൊക്കെ നടന്നു പോകാനൊന്നും ഒരു വിഷയമില്ല. നമുക്ക് നോക്കുമ്പോൾ അറിയാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ ഏരിയ ആണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പ് ഫയർ ഏരിയ ആണ് ഇത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഒത്തുകൂടിയിരുന്ന് സംസാരിക്കാനും നല്ല ക്യാമ്പ് ഫയറിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ്. അടിപൊളിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി ഈ പ്രോപ്പർട്ടി ആർക്കാണ് ഐഡിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹണിമൂൺ കപ്പിളിനും സിംഗിൾ ഫാമിലിക്കും ഐഡിയൽ പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു പൂൾ വില്ലയാണ്. 1 ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് അല്ലെങ്കിൽ ഒരു 5 പേർക്കൊക്കെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റും ടീ പ്ലാന്റേഷൻസ് ആണ്. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല മലനിരകളാണ്. അത് മൊത്തം കവർ ചെയ്തേക്കുന്ന നല്ല പച്ചപ്പിൽ നല്ല ടീ പ്ലാന്റേഷൻസ് ആണ് വരുന്നത്. എല്ലാ ഏരിയയിലേക്കും താഴേക്കാണെങ്കിൽ ഒരു മരങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇതിൻ്റെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉളുപ്പുണിയുടെ വാലി വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങ് അറ്റത്താണ് നമ്മൾ ഈ പറയുന്ന മലനിരകൾ, ഉളുപ്പുണി മലനിരകൾ, നമ്മൾ സൺറൈസ് ഒക്കെ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ. ആൻഡ് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റ്സ്. ഒപ്പം തന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി വ്യൂ ഉണ്ട് ഇവിടെ. മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം നമുക്ക് ഉളുപ്പുണി ടീ പ്ലാന്റേഷൻ ആണ്. നല്ല മലനിരകൾക്കിടയിലൂടെ പച്ച പൊതിച്ച് കിടക്കുന്ന ടീ പ്ലാന്റേഷൻസ് കാണാം. ഒപ്പം തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. ഒരു 5-10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ നമുക്ക് വ്യൂ ആണ്. ആ റൈറ്റ് സൈഡിൽ വരുന്നത് ഉളുപ്പുണിയുടെ മലനിരകൾ, നേരെ വരുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടീ പ്ലാന്റേഷൻ വ്യൂ ആണ് വരുന്നത്. അതേപോലെ ഗ്ലാസ് കൊണ്ടുള്ള വാളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലും നമുക്ക് ഇരുന്നുകൊണ്ട് വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നിടത്താണ് മെയിൻ എൻട്രൻസ് വരുന്നത്. മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് സ്പേസ്. അതേപോലെ തന്നെ ചെറിയൊരു സെറ്റി വരുന്നുണ്ട്, ടേബിൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അവിടെ ഒരാൾക്ക് വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരാൾ വരികയാണെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കബോർഡ് വിത്ത് ബെഡാണ് അവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ സിംഗിൾ ബെഡ്റൂം വരുന്നത്. നമുക്ക് ആ ബെഡ്റൂം കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പം സൈഡിലൂടെ ചേർന്നുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ ഉണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കിങ് സൈസ് ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വ്യൂ മൊത്തം ഉളുപ്പുണി മലനിരകൾ നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കബോർഡ്സ് വരുന്നുണ്ട്. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു 1 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഒറ്റ ബെഡ്റൂം, അതേപോലെ ഒരു ഹോള്, അതേപോലെ ബാൽക്കണി ആൻഡ് പൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന റിസോർട്ടുകളിലൊക്കെ പ്രൈവറ്റ് പൂൾസ്, കുഞ്ഞി വില്ലാസ് വരും. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പക്ക പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല, അതും ഇത്ര സിമ്പിളായിട്ടും എലഗൻ്റായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഹണിമൂൺ കപ്പിൾസിനും സിംഗിൾ ഫാമിലീസിനും ഒപ്പം തന്നെ 5 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിനും ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം എക്സ്പീരിയൻസ്. അതാണ് ഇൻഡസ് വാലി നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അതേപോലെ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ട്രിപ്പിൽ ഡെഫിനറ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യുക. എന്താവശ്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. സോ കം, ലെറ്റ്സ് ഗെറ്റ് എ വൈറ്റ് ട്രിപ്പ്.